ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്നോട് കുറേ ആയിട്ട് ചെയ്യാൻ പറയുന്നൊരു വീഡിയോനു ABC ജ്യൂസ്. പിന്നെ നമ്മൾ സ്കിന്നിന് ഗ്ലോ കിട്ടാനും ഹെൽത്തി ആയിരിക്കാനും എന്തെല്ലാം ഫുഡ് കഴിക്കണം, ഇതുവരെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങാത്തവർ ഏതെല്ലാം പ്രോഡക്റ്റ്സ് ആണ് ട്രൈ ചെയ്ത് നോക്കണ്ടേ, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ, ചർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ പുറമേ നിന്നല്ല, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മളെ സ്കിന്ന് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഫുഡിലും ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ഞാൻ ABC ജ്യൂസിനെ പറ്റി പറയാം. ഇത് അറിയുന്നവർ കുറേ ഉണ്ടാവും, എന്നാലും ഇതിനെപ്പറ്റി അറിവില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് ഗ്ലോ ആക്കാനും ഹെൽത്തി ആക്കാനും നമ്മൾക്ക് പിന്നെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പോൾ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ A ഫോർ ആപ്പിൾ, B ബീട്രൂട്ട്, C ക്യാരറ്റ്, ഇങ്ങനെയാണ് ആ ഒരു പേര് വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഫ്രൂട്ട്സിൻ്റെ ബ്ലെൻഡ് ഭയങ്കരമായിട്ട് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ളതാണ്. സ്പെഷ്യലി നമ്മളെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരൊറ്റ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ആപ്പിളും പിന്നെ ഒരു പീസ് ക്യാരറ്റ്, ഞാൻ എടുത്തിട്ടുള്ള ഈ ആപ്പിളിൻ്റെയും ക്യാരറ്റിൻ്റെയും നേരെ പകുതി, ബീട്രൂട്ട് എടുക്കുന്ന ഈ എടുത്തതിൽ നിന്ന് 1/4 ഭാഗം മാത്രമാണ് കേട്ടോ. നമ്മൾ ആപ്പിളും ക്യാരറ്റും എടുക്കുന്നതിൻ്റെ നേരെ പകുതി ക്വാണ്ടിറ്റി മാത്രം ബീട്രൂട്ട് എടുത്താൽ മതി. കാര്യം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് നല്ല മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് അത്ര എടുത്താൽ മതി, ഒരു 1/4 ഭാഗം എടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്നും കൂടി തൊലിയെല്ലാം കളഞ്ഞ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുക. ഈ ക്യാരറ്റിൽ വിറ്റാമിൻ A അടങ്ങിയിട്ടുണ്ട്, നമ്മളെ കണ്ണിന് നല്ലതാണ്. ആപ്പിളിൽ വിറ്റാമിൻ C, അത് നമ്മളെ സ്കിന്നിന് അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, ബീട്രൂട്ടിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട്, അതും നമ്മളെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ ബ്ലഡ് ഷുഗർ ഇല്ലേ, അത് നാച്ചുറൽ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും ഈ ഒരു ജ്യൂസ് നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങൾ കുടിച്ചു തുടങ്ങി ഒരു മാസം അല്ലെങ്കിൽ ഒരു 1-2 മാസം കഴിയുമ്പോൾ തന്നെ സ്കിന്നിലുള്ള ഗ്ലോ എല്ലാം മനസ്സിലാവും. പിന്നെ നമുക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നും മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം, പക്ഷെ അന്നേരം ഹെൽത്തി ആവില്ല എന്തായാലും. അപ്പോൾ മധുരത്തിന് വേണമെങ്കിൽ ആപ്പിൾ തന്നെ കുറച്ചൊരു മധുരം ഉണ്ടാവും, എന്നാലും നമുക്കത് പോരാൻ തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് തേനും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ ഇത് ടേസ്റ്റ് നോക്കി അങ്ങനെ കുടിക്കാനാണെങ്കിൽ കുടിക്കാൻ പറ്റില്ല, പക്ഷേങ്കിൽ ഹെൽത്ത് വൈസ് നോക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു ഷേക്ക് പോലെയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട തണുത്ത വെള്ളം, തണുപ്പ് വേണമെങ്കിൽ തണുത്ത വെള്ളം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തണുപ്പിക്കുക. ഒരു 1/2 കപ്പ് മാത്രം മതി കേട്ടോ. കാര്യം ഈ ഒരു ക്വാണ്ടിറ്റി 1 ഗ്ലാസ് ജ്യൂസിനുള്ളതാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ബ്ലെൻഡ് ആക്കിയെടുക്കുക. പിന്നെ ഇതിങ്ങനെ ബ്ലെൻഡ് ആക്കുമ്പോഴേ നല്ലോണം കുറച്ചധികം സമയം ബ്ലെൻഡ് ചെയ്തു. കാര്യം ഇത് അരിക്കാണ്ട് വേണം കുടിക്കാൻ, എന്നാലേ ഇതിൻ്റെ മൊത്തം ബെനിഫിറ്റും കിട്ടും. അരിച്ച് കളഞ്ഞാൽ കുറച്ച് ഗുണം കുറയുന്ന പറയാം. അപ്പോൾ കുറച്ചധികം സമയം നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡാക്കി എടുത്താൽ നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ ഇത് കുടിക്കേണ്ടത് ഡെയിലി കുടിക്കേണ്ട, 1 ഇടവിട്ട ദിവസം മാത്രം കുടിച്ചാൽ മതി. ഡെയിലി കുടിക്കേണ്ട എന്ന് പറയാൻ കാര്യം, ഈ ബീട്രൂട്ടിലെ ഓവറായിട്ട് നമ്മളെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് 1 ഇടവിട്ട ദിവസം മാത്രം കുടിച്ചാൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഒരു മാസം അല്ലെങ്കിൽ ഇത് കുടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിലുള്ള മാറ്റം, നല്ലൊരു ഗ്ലോ, ഹെയർ ഗ്രോത്തിന് വരെ നല്ലതാണെന്ന് പറയാം. പിന്നെ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന ഏറ്റവും നല്ല. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ ഇടയിൽ, മീൻസ് ഭക്ഷണം കഴിച്ച പാടെയോ അല്ലെങ്കിൽ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയോ അല്ലാണ്ട് ഭക്ഷണത്തിൻ്റെ ഇടയിൽ, ഭക്ഷണമെല്ലാം ദഹിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പിൽ കുടിക്കുന്ന ഏറ്റവും നല്ല. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിനോടൊപ്പം തന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഫ്രൂട്ട്സ് എല്ലാം ആണെങ്കിൽ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതുവഴി നമ്മൾക്ക് സ്കിന്നിൽ ഹൈഡ്രേഷൻ കിട്ടാനും എന്താ പറയുക, ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ, ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനെല്ലാം ഹെൽപ്പ് ചെയ്യും. ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പിലുള്ള ബെറീസും, ഓറഞ്ച്, പപ്പായ, ആവക്കാഡോ, കിവി, പൈനാപ്പിൾ, വാട്ടർമെലൺ, ഇതെല്ലാം നമ്മളെ സ്കിന്നിന് അടിപൊളിയായിട്ട് ഗ്ലോ തരാനും ഹൈഡ്രേഷൻ തരാനും ഹെൽത്തി ആയിട്ട് വെക്കാനും എല്ലാം കഴിയുന്ന ഫ്രൂട്ട്സാണ്. പക്ഷേങ്കിൽ ഈ ബെറീസൊന്നും, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി ഒന്നും നമ്മളെ നാട്ടിൽ എല്ലാവർക്കും എന്നല്ല
അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി കഴിക്കുന്ന ഫുഡിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഭയങ്കര റേറ്റെല്ലായിരിക്കും. പക്ഷെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഉണ്ട്, പ്രത്യേകിച്ച് സീസണൽ ഫ്രൂട്ട്സ്. ഓറഞ്ച് എല്ലാം ചില സമയത്ത് നല്ല നല്ല സീസണിൻ്റെ സമയത്തെല്ലാം നല്ല നല്ല ഓറഞ്ച് കിട്ടും. വാട്ടർ മെലണും ബത്തക്കയില്ലേ എല്ലാം അവൈലബിൾ അല്ലേ നമ്മളെ നാട്ടിൽ. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും എന്നല്ല, ഏതെങ്കിലും ഈ പറഞ്ഞ ഫ്രൂട്ട്സിൽ ഏതെങ്കിലും 1-2 എണ്ണം നമ്മൾ ഡെയിലി ഫുഡിൻ്റെ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൽ പപ്പായല്ലേ കഴിക്കുന്നതും മുഖത്ത് ഇങ്ങനെ ഫേസ് പാക്കലായിട്ട് അപ്ലൈ ആക്കൂലേ, അതെല്ലാം നല്ലതാണ്. കഴിച്ചാലില്ലേ നമ്മളെ സ്കിന്നിന് പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കും, കൊളാജൻ പ്രൊഡക്ഷനും എല്ലാം നല്ലതാണെന്നെല്ലാം പറയും കേട്ടോ. പിന്നെ ഓറഞ്ചില്ലേ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ സിൻ്റെ ഭയങ്കര റിച്ചാണ്. വിറ്റമിൻ സി നമ്മളെ സ്കിന്നിന് ഭയങ്കര നല്ലതുമാണ്. അണിവൻ സ്കിൻ ടോണ് മാറ്റാനും ഈ സിറം എല്ലാം കൂടുതൽ വിറ്റമിൻ സി വെച്ച് വരൂലേ, പിഗ്മെൻറ്റേഷൻ മാറ്റാനും എല്ലാം അടിപൊളിയാണ്. അവക്കാഡോ എല്ലാം വെറുതെ കഴിക്കാൻ അല്ലെങ്കിൽ ഷേക്ക് ആക്കി കുടിക്കാനെല്ലാം താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ സാലഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സാൻഡ്വിച്ച് ആയിട്ടോ എങ്ങനെയായാലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക. അത്രയും നല്ലതാണ് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചാൽ. പിന്നെ നമ്മളെ ബത്തക്കയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. അപ്പോൾ ബത്തക്ക കഴിക്കുന്നതും ഭയങ്കര നല്ലതാണ്. നമ്മളൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു ഫ്രൂട്ടല്ലേ ബത്തക്കയെല്ലാം. അപ്പോൾ സീസൺ നോക്കി അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ, നമുക്ക് വാങ്ങാൻ പറ്റുന്ന പോലെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫ്രൂട്ട് വാങ്ങിയിട്ട് നമ്മൾ ഫുഡിൻ്റെ ഒക്കെ ആഡ് ആക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹെൽത്തിയാണ്, നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് സ്കിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം പറ്റും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കുടിക്കുക. ഡെയിലി ലേഡീസെല്ലാണെങ്കിൽ 12 കപ്പോളം വെള്ളം കുടിക്കണമെന്ന് പറയും. അത് ആണുങ്ങളാണെങ്കിൽ 15-16 കപ്പോളം കുടിക്കണമെന്ന് പറയും. പിന്നെ ഈ വെള്ളം കുടിക്കുന്ന 5-6 കപ്പ് ഒരുമിച്ചങ്ങ് കുടിക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ വയറ് ചാടാനും എല്ലാം ചാൻസ് ഉണ്ട്. കുറച്ചായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഡെയിലി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഹോം റെമഡി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പുറത്തെല്ലാം പോയി കരിവാളിപ്പം എല്ലാം ആണെങ്കിൽ കുറേ വെയിലെല്ലാം കൊണ്ട് കരിവാളിപ്പെല്ലാം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ളൊരു ഹോം റെമഡി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കടലപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. കടലപ്പൊടി ഒരു 1-2 ടേബിൾ സ്പൂൺ എടുക്കുക, നമുക്ക് വേണ്ടുന്ന അത്രയും എടുക്കുക. എന്നിട്ടത് മിക്സ് ചെയ്യാൻ പാകത്തിന് തൈര് എടുക്കുക. തൈര് അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ വേണ്ട കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് ഗ്ലോന് അടിപൊളിയാണ് ഈ കോഫി പൗഡറെല്ലാം. പിന്നെന്താ, തൈര് സൺ ടാൻ അടിച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ തൈര് അടിപൊളിയാണ്. അപ്പോൾ ഓരോന്നിനും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ആക്കുക. ഇപ്പോൾ നിങ്ങൾ ഡെയിലി പുറത്ത് പോകുന്നവരിലാണെങ്കിൽ, വെയിലെല്ലാം കൊള്ളുന്നവരാണെങ്കിൽ 1 ദിവസം ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ ഫുൾ ബോഡി വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫേസിലും കയ്യിലും മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ കടലമാവല്ല, അല്ല കടലപ്പൊടി എന്ന് പറഞ്ഞാൽ കടലമാവ് ഇട്ടാൽ, കടലപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടിയില്ലേ അതായാലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ കരിവാളിപ്പുണ്ടെങ്കിൽ മാത്രമല്ല, നമ്മൾ സ്കിന്നിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്, പിന്നെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ എല്ലാം ഇത് അടിപൊളിയാണ്. ഇത് ആഴ്ചക്ക് 2-3 പ്രാവശ്യം, മീൻസ് 1 ദിവസം എല്ലാം യൂസ് ചെയ്താൽ ഒരു 1-2 മാസം എല്ലാം യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ട്രൈ ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇങ്ങനെ മാത്രമല്ല, ഞാൻ മുന്നേയും കുറേ ഫേസ് പാക്കും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ എല്ലാം നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന നമ്മളെ സ്കിന്നിനെ ഒന്ന് ഫ്രഷ് ആക്കാനും നല്ല ഗ്ലോ കിട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇതിനൊന്നും വലിയ ചിലവൊന്നും ഇല്ലല്ലോ, നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമല്ലേ. പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല ഗ്ലോ ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഹെൽത്തി സ്കിന്ന് ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊരു അരമണിക്കൂർ വെച്ച് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചവെള്ളത്തോണ്ട് കഴുകിക്കളയാം. പിന്നെ ഈ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതാണോ, ഭാവിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവോ, അതൊന്നും എനിക്ക് പറയാനറിയില്ല, കാര്യം ഞാൻ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഇനി ഞാൻ സ്കിൻ കെയറിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. കാര്യം എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്, സ്കിൻ കെയർ ഞാൻ അധികം ചെയ്യലില്ല, പക്ഷേങ്കിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഏതെല്ലാം പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ആക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ചെയ്യലില്ലെങ്കിലും സ്കിൻ കെയർ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യലെന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒന്നും അറിയാത്തവരുണ്ട്, ടോണർ അല്ലെങ്കിൽ സിറം, ക്ലെൻസർ, ഫേസ് വാഷ്. ക്ലെൻസറും ഫേസ് വാഷും തമ്മിലുള്ള വ്യത്യാസം എന്താ, മോയ്സ്ചറൈസർ
ഇതെല്ലാം എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ഓർഡറിൽ യൂസ് ചെയ്യണം എന്നെല്ലാം അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ബേസിക് അറിയാത്തവർ, സ്കിൻ കെയറിൻ്റെ ബേസിക് അറിയാത്തവർക്ക് മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. സ്കിന്നെ നല്ലോണം കെയർ ചെയ്യുന്നവരും സ്കിൻ കെയറിനെ പറ്റി നല്ല അറിവുള്ളവരെല്ലാണെങ്കിൽ എനിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരാം. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ള, സ്കിൻ കെയറും മേക്കപ്പും രണ്ടും രണ്ടാണ് കേട്ടോ. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ചർമ്മം, അത് മുഖത്താണെങ്കിലും കൈമലാണെങ്കിലും എൻ്റെ ഒരു ബോഡി നമ്മൾ കെയർ ചെയ്യുന്നതാണ് സ്കിൻ കെയർ. അപ്പോൾ സ്കിന്ന് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് കൂടുതൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാണ്ട് നിൽക്കുക. അതാണ് ഏറ്റവും നല്ല. ഈ ഫൗണ്ടേഷന്, കൺസീലർ, പിന്നെ പല പല ഐറ്റംസ് ഉണ്ട്. നമ്മൾ വെളുക്കാൻ വേണ്ടി തേക്കുന്ന കുറേ ക്രീംസ്, അതൊന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കുക. അതാണ് നമ്മളെ സ്കിന്നിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് കെയർ. കുറേ പ്രോഡക്റ്റ്സ് വാരി മുഖത്തിട്ടാൽ എന്തായാലും നമ്മളെ സ്കിന്ന് ഡാമേജ് ആവും. നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മളെ സ്കിന്നിൽ വരും. ചിലർ കാണുന്നില്ലേ, പല 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 ഫൗണ്ടേഷൻസ് എല്ലാം എടുത്ത് യൂസ് ആക്കിയിട്ട്, അല്ലെങ്കിൽ BB ക്രീം, അത് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ആക്നെ, പിന്നെ അത് മാർക്കാവും, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ആവും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് കഴിയുന്നതും മാക്സിമം മേക്കപ്പ് പ്രോഡക്ട്സ് കുറയ്ക്കുക. മൊത്തത്തിൽ ചെയ്യാൻ യൂസ് ആക്കാണ്ട് നിൽക്കാൻ പറ്റാത്തവരാണെങ്കിലും കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക. ഞാൻ പേഴ്സണലി അങ്ങനെ തന്നെയാണ്. ഈ ക്രീംസ് അല്ലെങ്കിൽ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ക്രീംസ് ഒന്നും ഇപ്പോൾ പോലും ഞാൻ ഒന്നും ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ആക്കിയിട്ടുള്ളൂ. മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മളെ സ്കിന്നിന് നല്ലതല്ല. പിന്നെ അഥവാ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മളെ ഫേസ് ക്ലീൻ ആക്കണം. പിന്നെ അതിൽ എല്ലാവർക്കും മെയിനായിട്ട് വരുന്നൊരു ഡൗട്ടാണ് ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാം, നോർമൽ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സോപ്പില്ലേ, ബോഡി സോപ്പില്ലേ, ഒരിക്കലും നമ്മളെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം കുറേ വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെ അഥവാ നിങ്ങൾക്ക് ക്ലെൻസറോ ഫേസ് വാഷോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബേബി സോപ്പില്ലേ, സാധാ നമ്മൾ ബോഡി സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ബേബി സോപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു നല്ല ബേബി സോപ്പ് വാങ്ങിയിട്ട് നമ്മളെ ഫേസിൽ യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ അത്രയും നമ്മൾക്ക് ഡ്രൈ ആക്കൂല, നമ്മളെ സ്കിൻ അത്രയും ഡ്രൈ ആക്കൂല. ബേബി സോപ്പും അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത് വെച്ച് ഫേസ് കഴുകുക, അല്ലെങ്കിൽ കടലപ്പൊടി വെച്ചിട്ട് ഫേസ് കഴുകുക. ഒന്നും ഫേസിൽ ഒന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കറ്, സോപ്പ് ഇടൂല, യൂസ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കറ്. ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ ഫേസ് വാഷ്, ക്ലെൻസർ, അല്ലെങ്കിൽ ബേബി സോപ്പ്, അതും അല്ലെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം. ഒന്നും ഫേസിൽ യൂസ് ചെയ്യാണ്ട് എന്നാലും ഡെഡ് സ്കിൻസ് റിമൂവ് ആവാണ്ട് ഫേസ് ഭയങ്കര ഡാർക്ക് ആവും, ഡള്ളാവും, അതെല്ലാം ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫേസ് വാഷിലാണെങ്കിൽ നോർമൽ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല റിവ്യൂസ് ഉള്ളൊരു ഫേസ് വാഷാണ് ഈ ഹിമാലയൻ്റെ. അല്ലാണ്ടും കുറേ ഉണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാനൊരു ബ്രാൻഡ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ബിഗിനേഴ്സ് ആണെങ്കിൽ, മുഖക്കുരു എല്ലാം ഉള്ളവർക്കാണെങ്കിൽ, മീൻസ് ആക്നെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഹിമാലയൻ്റെ നീമിൻ്റെ അത് യൂസ് ആക്കുക. അല്ലെങ്കിൽ അധികം പുറത്തെല്ലാം പോയി ഭയങ്കരമായിട്ട് ടാൻ എല്ലാം വരുന്നവർ, ഡെയിലി പുറത്തെല്ലാം പോയി വരുന്നവരാണെങ്കിൽ ഈ ഒരു ടാൻ റിമൂവൽ ഫേസ് വാഷ്, അത് എല്ലാ ബ്രാൻഡിൻ്റെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നോക്കി നല്ല റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ് ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള വ്യത്യാസം. ബേസിക്കലി ഇത് രണ്ടും നമ്മൾ മുഖം ക്ലീൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാഷ് ആണെങ്കിൽ ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക്, പിന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കെല്ലാം ഫേസ് വാഷ് യൂസ് ആക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം റിമൂവ് ചെയ്യാനും എല്ലാം ഫേസ് വാഷ് ഒക്കെയാണ്. പക്ഷേങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാരുണ്ടാവും, പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാർക്കെല്ലാം ഫേസ് വാഷിനേക്കാളും നല്ലത് ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഫേസ് വാഷ് ചെയ്താൽ ഓക്കെയാണ്, പക്ഷേ ചിലർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് വേറെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കെല്ലാം ഈ ഫേസ് വാഷിൽ കുറച്ചെങ്കിലും സോപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കുറവുള്ളതാണ് ക്ലെൻസർ. അപ്പോൾ ആ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് ഈ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്കെല്ലാം ക്ലെൻസർ ആവുന്നതും കൂടി ബെറ്റർ. പിന്നെ ഇതിനാക്കാൻ ക്ലെൻസറാണ് നല്ലത്. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഓയിലി അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലത് ഫേസ് വാഷാണ്. ക്ലെൻസർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു ഡൗട്ട്, ഈ സീറം അല്ലെങ്കിൽ ടോണർ, എന്താ പറയുക, ഫേസ് വാഷ്, ക്ലെൻസർ, ഇതെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മൾ മുഖം നല്ലോണം ക്ലീൻ ആക്കുക. സെക്കൻഡ് ഒരു ടോണർ യൂസ് ചെയ്യുക. പിന്നെ ടോണർ എല്ലാവരും നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമൊന്നുമല്ല. ടോണർ യൂസ് ചെയ്താൽ നമ്മളെ ഫേസിലുള്ള pH ബാലൻസ് ചെയ്യും, നല്ലതാ, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് സ്കിൻ്റെ ബിഗിനേഴ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ അതിൻ്റെ ആവശ്യം നോക്കി നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോണർ കഴിഞ്ഞാൽ സിറമാണ് യൂസ് ചെയ്യേണ്ടത്, എന്നിട്ട് മോയ്സ്ചറൈസർ.
അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ 4 കാര്യങ്ങൾ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. പക്ഷേങ്കിൽ വേറെയും കുറേ സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഫേസ് ഓയിൽ ഉണ്ട്, ഐ ക്രീം ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സും ഉണ്ട്. പക്ഷേങ്കിൽ അതെല്ലാം ഒഴിവാക്കി ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ് പറഞ്ഞത്. സെക്കൻഡ് ടോണറായി. ആൻഡ് തേർഡ് സിറം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന നമ്മളെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സിറംസ് കേട്ടോ. പക്ഷേങ്കിൽ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം സിറം സെലക്ട് ചെയ്യാൻ. നിങ്ങളൊരു ബിഗിനറാണ്, ഇതുവരെ ഒരു സിറം യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് സിറംസ് യൂസ് ചെയ്ത് തുടങ്ങണം, ഒരു ഐഡിയ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി ഉള്ള സിറമോ അല്ലെങ്കിൽ നിയാസിനിമൈഡ് ഇത് രണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും കൂടി സെർച്ച് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സീറംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യം നമ്മൾ ചെയ്ത് വരുമ്പോഴല്ലേ നമുക്ക് എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ബേസിക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സിറം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്കാണെങ്കിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം. പിന്നെ പിഗ്മെന്റേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷനിലുള്ള സ്കിന്നുകാർക്കാണെങ്കിൽ വിറ്റാമിൻ സി, നിയാസിനിമൈഡ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം. അപ്പം ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളെ സ്കിൻ ടൈപ്പ് നോക്കി സെർച്ച് ചെയ്ത് റിവ്യൂസ് നോക്കിയിട്ട് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. സ്റ്റാർട്ടേഴ്സിലാണെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ വിറ്റാമിൻ സി അല്ലെങ്കിൽ നിയാസിനിമൈഡ് എല്ലാം അടങ്ങിയിട്ടുള്ളത് യൂസ് ചെയ്ത് നോക്കുക. സിറംസിനെ പറ്റി പൊതുവെ പറയുന്നത് ഡയറക്റ്റ്ലി സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം നമ്മളെ സ്കിന്നിലുള്ള സ്കിൻ ടൈപ്പും പ്രോബ്ലംസ് എല്ലാം നോക്കി അതിനനുസരിച്ചുള്ള സിറംസ് യൂസ് ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സിറം അടിപൊളി സംഭവം. ഡെയിലി ട്വൈസ്, ഒരു ദിവസം 2 പ്രാവശ്യം യൂസ് ചെയ്യാം കേട്ടോ. മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ്, അതെല്ലാം നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിൽ ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഏജിങ് ആയിട്ടുള്ള കുറച്ചുകൂടി നമുക്ക് ഒരു പ്രായം കൂടുമ്പോൾ ഇല്ലേ, പ്രായം നമ്മളെ സ്കിന്നിന് ഏജ് കൂടുതൽ തോന്നിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള സിറംസ് എല്ലാം യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് മാത്രമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് മോയ്സ്ചറൈസർ എപ്പോഴും നമ്മൾ സ്കിൻ എപ്പോൾ ഡ്രൈ ആവുന്നോ അപ്പോൾ യൂസ് ആക്കുക. പിന്നെ ഡിപ്പെൻഡ്സ് ഓരോ പ്രോഡക്റ്റ്. അപ്പം ഞാനെല്ലാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് പോലെ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവുന്നതോറും അപ്ലൈ ചെയ്ത് കൊടുക്കും. മോയ്സ്ചറൈസറിൽ ഞാൻ ഫേസിലും ബോഡിയിലും എല്ലാം ഈ നിവിയ സോഫ്റ്റ് യൂസ് ചെയ്യലുണ്ട്. മോയ്സ്ചറൈസർ കുറേ ബ്രാൻഡിൻ്റെ അവൈലബിളാണ്. നിവിയ സോഫ്റ്റ് യൂസ് ചെയ്യലുണ്ട്. ഞാനിത് ഫേസിലാണ് യൂസ് ആക്കൽ, ഇത് ബോഡിയിൽ. ഇത് ഫ്രേഗ്രൻസ് ഉള്ളതെല്ലാം നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ അധികം ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് യൂസ് ചെയ്യുന്നത് നല്ല മോയ്സ്ചറൈസർ ആണെങ്കിൽ. ഇത് ബോഡി, ഇത് ഫേസ്. അങ്ങനെ ഒരു കാര്യം, സൺസ്ക്രീനിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ സൺസ്ക്രീൻ നമ്മൾ പുറത്ത് പോകുമ്പം സൺലൈറ്റ് എപ്പോൾ ഉണ്ടാവുന്നോ ആ ടൈമിലെല്ലാം സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പുറത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് സൺസ്ക്രീൻ യൂസ് ആക്കുക. അത് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് സെർച്ച് ചെയ്താൽ മതി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 3 ഫിംഗർ 2 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഓരോ 2 അവേഴ്സിലും അത് പിന്നെയും അപ്ലൈ ചെയ്യണമെന്ന് പറയും. അതെല്ലാം വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് കരിവാളിപ്പ് അല്ലെങ്കിൽ ഈ ടാൻ വരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നല്ല, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു ഫേസ് സ്ക്രബ് അല്ലെങ്കിൽ ബോഡി സ്ക്രബ് യൂസ് ചെയ്യുക. ഇതൊരു ഫേസ് സ്ക്രബാണ് കേട്ടോ. ഇത് ബോഡിയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് സെൻറ്റീവ്സിൻ്റെ ഫ്രഷ് സ്കിൻ സ്ക്രബാണ് കേട്ടോ. ആപ്രിക്കോട്ടിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയ സ്ക്രബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സ്ക്രബാണ് കേട്ടോ. ഇത് സ്ക്രബ് എന്താ പറയുക, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ നമ്മൾ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു കാര്യം, ലബെല്ലോ ആണ് ഞാൻ എന്താ പറയുക ലിപ്സിൽ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യൽ. ലിപ്സ് ഭയങ്കര ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ലബെല്ലോ യൂസ് ആക്കുക. അല്ലെങ്കിൽ കുറേ ലിപ് ബാംസ് ഉണ്ട്, ലിപ് സ്ക്രബ് ഉണ്ട്. സ്കിൻ കെയറിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് പറയുന്നത്. പിന്നെ വാസ്ലൈൻ ലിപ്പിൽ യൂസ് ചെയ്യുന്ന, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ പറഞ്ഞ് ലിപ്സ് ഡാർക്ക് ആവുമെന്ന് പറഞ്ഞു. ചില പ്രോഡക്റ്റ്സ് ചിലയാൾക്ക് സെറ്റ് ആവില്ല, അങ്ങനെയെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതല്ലാതെ എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന സ്കിൻ കെയറിനെ
ഞാൻ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ട്, പല പല ഐറ്റംസ് ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ യൂസസ് ഫേസ് സ്ക്രബ്, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുക. പിന്നെ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബോഡി സോപ്പ് ഫേസിൽ യൂസ് ചെയ്യാണ്ട് നിൽക്കുക, ഫേസ് വാഷ് യൂസ് ചെയ്യുക, ക്ലെൻസർ അല്ലെങ്കിൽ ബേബി സോപ്പ് യൂസ് ആക്കുക. തേർഡ് വൺ, സീറം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മോയ്സ്ചറൈസർ, നമ്മുടെ സ്കിന്ന് ഒരിക്കലും ഡ്രൈ ആക്കാണ്ട് വെക്കുക. അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്നോട് വീഡിയോ ചെയ്യാൻ ചോദിച്ചവരെല്ലാം ഹാപ്പി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.